നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ മാത്രമുള്ളൊരു ആഘോഷമാണ് പൂരം. പൂരം ചെറിയ കുട്ടികൾ 10 വയസ്സിനുള്ളിലുള്ള കുഞ്ഞു മക്കളാണ് പൂരക്കുഞ്ഞി എന്നറിയപ്പെടുന്നത്. അവർക്ക് വീട്ടിലെ മുതിർന്ന അമ്മമാർ പൂരത്തിന് പൂ വാരിക്കൊടുത്ത് പൂവിട്ട് ചടങ്ങ് അത് തൊഴുത്, അതുപോലെ തന്നെ 9 ദിവസം കഴിഞ്ഞ് പൂരം കുളിയായ ദിവസം രാവിലെ കുട്ടികളെ കുളിപ്പിച്ച് പഴവും എല്ലാം തേച്ച് കുളിപ്പിക്കും. എണ്ണയും പഴവും എല്ലാം തേച്ച് കുളിപ്പിച്ച് രാവിലെ പൂവിടിപ്പിച്ച്, അതുപോലെ പൂരക്കഞ്ഞി എന്ന് പറയുന്ന ഇത്, കാരണം അത് കാമന ഉണ്ടാക്കും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം പൂക്കാമനാണ്. ഞാൻ കാമനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം എൻ്റെ അടുത്ത് ഇപ്പം പൂരക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല. അപ്പോൾ പൂ മുടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൂവിട്ടതാണ്. അപ്പം പൂരത്തിൻ്റെ അന്ന് ദിവസം രാവിലെ പൂരക്കഞ്ഞി പഴവും തേങ്ങയും വെല്ലവും പഞ്ചസാര അങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ നല്ല അരി പൂരക്കഞ്ഞിയായിട്ട് വെക്കും. അത് നമ്മൾ പൂവിൽ വിളമ്പും. അങ്ങനെ ഇതാക്കും. അതിന് ശേഷം പൂരട ഉണ്ടാക്കും. ഇന്ന് രാത്രിക്ക് കാമന ഉണ്ടാക്കിയ പൂവും കാമനയൊക്കെ നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുവെക്കും. അങ്ങനെയാണ് ചടങ്ങ്. എന്താ വെച്ചാൽ പിന്നെ പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ലഭിക്കാനൊക്കെയാണ് ഈ പൂരച്ചടങ്ങ് ഉണ്ടാവൽ. മാടായിക്കാവിലൊക്കെ ഇന്ന് പൂരംകുളിയും വലിയ ഉത്സവം പോലെ തന്നെയാണ് നടത്തുന്നത്. ഇന്ന് ഇതെല്ലാം ഉണ്ടാക്കി രാത്രി നമ്മൾ പൂര അടയുണ്ടാക്കും. ഇലയിൽ വെച്ചിട്ട്, പ്ലാവിൻ്റെ ഇലയിൽ വെച്ചിട്ട് അരി പൊടി കൊണ്ട് പൂരട ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വിളമ്പും. അങ്ങനെ അത് കാമനെ കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് അതും കൂടി കൊണ്ടുവെക്കും. പിന്നെ ഗണപതിക്ക് വെക്കും പോലെ ശർക്കര, അതുപോലെ തന്നെ അമ്പലങ്ങളിലും പൂടിക്കും. ഇപ്പം നമ്മളെ ഇവിടുത്തെ കുഞ്ഞുമക്കളെ അമ്പലത്തിലുള്ളവർ ഒരു മുതിർന്ന സ്ത്രീ അമ്പലത്തിൽ പൂടിക്കും കുട്ടികളെ. അതുപോലെ അമ്പലത്തിൽ രാവിലെ പോയി പൂരക്കഞ്ഞിയൊക്കെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അമ്പലത്തിൽ നിന്ന് പൂരക്കഞ്ഞിയും കൂടി ലഭിക്കും.
ആ 2 കൈ കൊണ്ടുപോയി. ആ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പൂരട. പൂരട ചൂടലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നവർ തന്നെ, പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ പ്ലാവിൻ്റെ ഇലയിലാണ് പൂരട ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് അത്രയേ ഉള്ളൂ, ഒരു 5-10 പൂരട ഉണ്ടാക്കുക. ഞാൻ ആക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ മോൻ വന്നിട്ടുണ്ട്. മോൻ പറഞ്ഞു എന്തായാലും കുറച്ച് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പം കുറച്ച് പൂരട ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതിനായിട്ട് ഇതാ തേങ്ങ കുറച്ച് ചിരകി എടുത്തിട്ടുണ്ട്, അതിൽ വെല്ലം പൊടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് ഏലക്കായും കൂടി ഇതിനകത്ത് ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഇലയിൽ പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഇലയുടെ ഇതിനകത്ത് ഈ ഇലയിൽ, പ്ലാവിൻ്റെ ഇലയിൽ പരത്തിയെടുക്കാം. ഇത് നല്ല നേരിയ പരത്തിയിട്ട് ഇതിനകത്തു നിന്ന് വെല്ലവും ശർക്കരയും കൂടി ഇതിൻ്റെ എല്ലായിടത്തും ആക്കണം. ഞാനിതിൽ ഏലക്കാപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇതിലിട്ടിട്ട് ഇതാ ഇതുപോലെ മടക്കി ഇത് പച്ച ഇറുക്കിലെടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഇതിനകത്തോട്ട് കുത്തി വെക്കും, അടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടായി ഇതിപ്പോൾ നിറച്ചായിപ്പോയി. എന്നിട്ട് ഈ സൈഡിൽ നമുക്കിത് മൂടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇലയിലെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് വെക്കാം. അതിനായി ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്, അരിപ്പ പാത്രം കൂടി വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ചാരി വെക്കണം. ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇതുപോലെ വെക്കണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇതിങ്ങനെ എല്ലാം പറക്കി നിരത്തി വെക്കാം. ഞാൻ അത്രേ ചൂട്ടിട്ടുള്ളൂ, കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ ചുടും, എല്ലാവർക്കും ബന്ധു വീട്ടിലെല്ലാം കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം സമയമില്ല, ഇപ്പം പിന്നെ അങ്ങനെ ആർക്കും വേണ്ട. ഇതിപ്പം ഞാൻ അത്രയും മോൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേന് റെഡിയാവും. ഇതാ നമ്മുടെ പൂരടയുടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഇറുക്കിൽ കളഞ്ഞിട്ട് അഴിച്ച് നോക്കാം. നല്ല അടിപൊളി പൂരടയായിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കണം. കണ്ടു, നല്ല പതമെല്ലാം ഉണ്ട്. അപ്പോൾ പൂരത്തിൻ്റെ ലാസ്റ്റ് പരിപാടിയായ പൂരടയും കൂടി റെഡിയായിട്ടുണ്ട്.